ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. എന്താ രമേശ് പിഷാരടി പറഞ്ഞ രാഷ്ട്രീയം? അത് ഉത്തരം പറ. അത് ശോഭാ സുരേന്ദ്രൻ പറയുന്ന ശക്തമായ രാഷ്ട്രീയത്തിനെതിരെ രമേശ് പിഷാരടി പറഞ്ഞ രാഷ്ട്രീയം എന്താ? പാലക്കാട് മണ്ഡലത്തിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച നിയുക്ത MLA രമേശ് പിഷാരടിയാണ് നമുക്കൊപ്പം ചേരുന്നത്. പിണറായി വിജയനെതിരെ എന്താ പറഞ്ഞത്? അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ എന്താ പറഞ്ഞത്? പറയട്ടെ, രാഷ്ട്രീയം സംസാരിക്കാൻ ആദ്യം പഠിക്കുക. പറയാം, അഖിൽ മാരാർ പിന്നിൽ നിന്നുമ്പോൾ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. 6 ലക്ഷം വോട്ടുകൾക്ക് ഉമാ തോമസ് മുന്നിലാണ്. വ്യക്തികളെ എടുത്തുകൊണ്ട് അതിനെ ഖണ്ഡിച്ച് സംസാരിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. രാഷ്ട്രീയം പറഞ്ഞോ? അദ്ദേഹം എത്രയോ വർഷങ്ങളായി കോൺഗ്രസ് ആശയങ്ങൾ പറയുന്നു. എന്നെ നാറ്റിക്കരുത്. നാറ്റിക്കില്ല. ആകെ നാറിയിരിക്കില്ലേ. നിങ്ങളുടെ അറിവിനെ പറ്റി കൂടുതലൊന്നും പറയാതിരിക്കുക നല്ലത്. ഇനി ആരും സൂത്രം കാണിച്ചാ. അഖിൽ പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്ന പോലും ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. അല്ല, പ്രഭാകരേട്ടന് വീട്ടില് വിലയില്ലെങ്കിലും നാട്ടില് പുല്ല് വിലയാ. എനിക്ക് സമയമില്ല. നിങ്ങൾ പറയുമ്പോഴാണ് എന്തായാലും പുള്ളി പറഞ്ഞെന്നൊക്കെ തന്നെ ഞാൻ അറിയുന്നത്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. മാത്രമല്ല അതിനെന്തെങ്കിലും അഭിപ്രായം പറയാനും പറ്റൂല. എന്തായാലും കുറ്റോ മോശമൊക്കെ അല്ലേ. കുലത്തൊഴിൽ ഇയാൾക്ക് മറക്കാൻ പറ്റില്ലല്ലോ. എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു പറഞ്ഞിട്ട് അതേ പറയാൻ സാധ്യതയുള്ളൂ. അങ്ങനെ പറഞ്ഞാലും ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ വളരെ മഹാനാണെന്നും നല്ല മനുഷ്യനാണെന്നും പുള്ളിനെ തിരിച്ചു പറയും. മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന് പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറയും. അതിന് നിങ്ങൾ ആരും മറുപടി ഒന്നും പറയാൻ കണ്ടില്ല. ഒരാഴ്ച കഴിയുമ്പോൾ അത് പിന്നെയും തിരുത്തി പറയും. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. അപ്പൊ നമുക്കൊരു 2-3 കൊല്ലം പരീക്ഷണത്തിൻ്റെ ശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് ഉറപ്പിച്ച ശേഷം അദ്ദേഹത്തിനൊക്കെ ഉത്തരം കൊടുക്കുക. അതിനൊക്കെ നമ്മുടെ സമയം കളയേണ്ട. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ.